ഇന്ന് ഉത്രാടമാണ്. മലയാളിക്ക് തിരുവോണം ആഘോഷിക്കാൻ വേണ്ടതെല്ലാം വാങ്ങിക്കൂട്ടേണ്ട ഒരുക്കങ്ങൾ നടത്തേണ്ട ദിവസം. ഇന്നൊരു ഓട്ടപ്പാച്ചിലായിരിക്കും. ഓണക്കോടി പ്രിയപ്പെട്ടവർക്കെല്ലാം വാങ്ങിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കി, നാളത്തെ സദ്യവട്ടങ്ങളെല്ലാം ഉണ്ടെന്ന് ഒന്നുകൂടി ഉറപ്പിച്ച് നല്ല കാലത്തിന്റെ സ്വപ്നങ്ങളിലേക്ക് മലയാളിക്ക് നാളെ തിരുവോണ പുലരിയാണ്. ഇന്ന് ഒന്നാം ഓണം. അപ്പോൾ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ തിരുവോണത്തെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് നാടും നഗരവും എല്ലാം. പച്ചക്കറിയും പലവ്യഞ്ജനങ്ങളും ഓണക്കോടിയും ഒക്കെയായി വിപണിയും സജീവമാണ്. നാടും നഗരവും തിരക്കിൽ അമർന്നു കഴിഞ്ഞു. വഴിവാണിഭവും ഓണച്ചന്തയും ഒക്കെ സജീവമാണ്. അപ്പോൾ നമുക്ക് തിരുവനന്തപുരത്തെ കാഴ്ചകൾ കാണണം, കൊച്ചിയിലെ ഉത്രാടപ്പാച്ചിൽ കാഴ്ചകൾ കാണണം. നമുക്ക് ആദ്യം കൊച്ചിയിലേക്ക് പോകാം. ഡാനി ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. ഡാനി, വെരി ഗുഡ് മോർണിംഗ്. ഉത്രാടപ്പാച്ചിൽ എങ്ങനെ പോകുന്നു നമ്മുടെ കൊച്ചിയിൽ? വലിയ തിരക്കിലേക്ക് നീങ്ങുന്നു. ഇതിന്റെ തുടക്കമായിട്ടുള്ള പക്ഷേ ഒരു മഴ, അതിൻ്റെ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. മഴ നല്ല ശക്തമായിട്ട് പെയ്യുകയായിരുന്നു. ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ വരാപ്പുഴയിലാണുള്ളത്. വരാപ്പുഴ മാർക്കറ്റിൽ ഇവിടെയുണ്ട്. സദ്യവട്ടങ്ങളൊക്കെ ആയിട്ട് ആളുകൾ വാങ്ങിച്ചു പോവുകയാണ്. ചേച്ചി, എന്താ ഈ പച്ചക്കറിയൊക്കെ വാങ്ങിച്ച് വീട്ടിലേക്ക് പോകണോ? എങ്ങനെയുണ്ട് വിലയൊക്കെ? എങ്ങനെയുണ്ട് വില? ഇപ്പൊ ഓണത്തിന്റെ ഒക്കെ ഒരിത്തിരി കൂട്ടിയിട്ടുണ്ടാവും. അധികമല്ല, എന്നാലും ഓണം അല്ലേ? ഏതിനാ കൂടുതൽ വില വരുന്നത്? വില പച്ചക്കറിക്ക് ഉണ്ട്, അത്യാവശ്യം മീനിയൊക്കെ വില. കഴിഞ്ഞ ദിവസമൊക്കെ വരുമ്പോ ഇത്രയും ഉണ്ടായിരുന്നില്ല. സദ്യവട്ടങ്ങളൊക്കെ വാങ്ങിച്ചോ? മേടിച്ചായിരുന്നു. ഹാപ്പി ഓണം. എന്തായാലും ഈ സദ്യവട്ടങ്ങളൊക്കെ ഒരുക്കി മുന്നോട്ടൊക്കെ പോകുന്നു. ചേട്ടാ, എങ്ങനെയുണ്ട്? പഴത്തിനൊക്കെ വില കൂടിയിട്ടുണ്ടോ? ഇല്ലില്ല, പഴമൊക്കെ വില കുറവാണല്ലോ. ഏതാ കൂടുതൽ പോവുക? ഞാലിപ്പൂവിനാണോ? ഞാലിപ്പൂവിനാണ് കൂടുതൽ പോകുന്നത് അല്ലേ? പക്ഷെ സദ്യക്ക് ഞാലിപ്പൂവിനാണല്ലോ വേണ്ടത്. ഞാലിപ്പൂവൻ, പിന്നെ അതുപോലെ തന്നെ പൂവൻ, ഏത്തപ്പഴം പൂവും. ഈ വിരുന്നിനൊക്കെ പോകുമ്പോഴേക്കും ഏത്തക്കായ കൊലയൊക്കെ കൊണ്ടുപോകാറുണ്ട്. കുറച്ച് നാടൻ സാധനങ്ങൾ നാടൻ സാധനങ്ങളൊക്കെ കിട്ടാറുണ്ട്. എങ്ങനെ വിലയൊക്കെ എങ്ങനെയുണ്ട്? ഞാലി കൂടിയ 100 കടന്നോ? ഇല്ലില്ല, സംഗതി പുറത്തൊക്കെ ഞാലി 100 രൂപ മുകളിൽ, ഇവിടെ 90 രൂപ വീണ ഞാലി. അതെ, ഇവിടെ ആശ്വാസമുള്ള സ്ഥലമാണ്. അന്നെ ഏത്തപ്പഴം ഉണ്ടെങ്കിലും നല്ല ഏത്തപ്പഴം ഒരു 40 രൂപ താഴെയുണ്ട്. പക്ഷെ ഏത്തക്കായ്ക്ക് വില കൂടിയിട്ടില്ല ഈ പ്രാവശ്യം. നെല്ല് കൂടുതൽ വന്നിട്ടില്ല. ഇപ്പൊ ഇത്തിരി ടോപ്പിൽ നിൽക്കണ ഞാലിപ്പൂവിനാണ്. ഞാലിപ്പൂവിന് പുറത്തൊക്കെ 100, അതിന്റെ മുകളിലൊക്കെ പോയിട്ടുണ്ട്. ഇവിടെ 90 രൂപയുള്ളു. എന്റെ ഇടയിൽ 90 രൂപയുള്ളു. ഏതായാലും പഴം, അതായത് ഏത്തപ്പഴവും ഞാലിയും പൂവിനും എല്ലാം തന്നെ വളരെ സമൃദ്ധമായിട്ട് കടകളിലേക്ക് എല്ലാം തന്നെ എത്തുന്നുണ്ട്. എല്ലാ കടകളിലും, പലവ്യഞ്ജന കടകളിലടക്കം എല്ലാത്തിലും വലിയ തിരക്കും കാര്യങ്ങളും എല്ലാം തന്നെ അനുഭവപ്പെടുന്നുണ്ട്. പച്ചക്കറി കടയിലേക്ക് വരികയാണെങ്കിൽ നല്ല തിരക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എങ്ങനെയുണ്ട് കച്ചവടക്കാരായിട്ട്? കുഴപ്പമൊന്നുമില്ല. മഴ മാത്രമേ പ്രശ്നമുള്ളൂ, ബാക്കിയൊക്കെ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോ ഉച്ചയാകുമ്പോഴത്തേനും എല്ലാം ശരിയാവും അല്ലേ? പച്ചക്കറി എങ്ങനെയാ? ആളുകൾക്ക് സാധാരണ വിലയുള്ളൂ, എല്ലാം ഒന്നും കൂടിയിട്ടൊന്നുമില്ല. സാധാരണ 90 രൂപ 100 രൂപ പയറ് ഇപ്പൊ വിൽക്കുന്ന 60 രൂപ. പയറ്, വെണ്ടക്ക, ബീൻസൊക്കെ 60 രൂപ. നിങ്ങളെ കൂടി സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞങ്ങള് ഉഷാറായിക്കോളൂ. പച്ചക്കായ 50 രൂപ. 50 രൂപയുള്ളൂ അല്ലെ? സിസ്റ്റർ, എങ്ങനെയുണ്ട്? ഹാപ്പി ഓണം. എങ്ങനെയുണ്ട്? സാധാരണ മഠത്തിലേക്കുള്ള സാധനങ്ങൾ എടുക്കാൻ വന്നാണ് അതോ ഓണം സ്പെഷ്യൽ ഉണ്ടോ? അല്ല, കോൺവെന്റിലേക്കുള്ള സാധാരണ എടുക്കാൻ വന്നത് അല്ലെ? വില കുഴപ്പമൊന്നുമില്ല. എന്തായാലും എല്ലാവരും വിപണിയിലേക്ക് എത്തുന്നു. അതെ, ഹാപ്പി ഓണം. എന്തായാലും വലിയ ആവശ്യക്കാരും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട്. ചേച്ചി, എങ്ങനെയുണ്ട്? പർച്ചേസാണോ? ഓണത്തിരക്കാണോ? ഏതായാലും ഓണത്തിരക്കിലേക്ക് നല്ല രീതിയിലേക്ക് വിപണി നീങ്ങുന്നു എന്നത് തന്നെയാണ്. വലിയ തിരക്ക് എല്ലായിടത്തും തന്നെ അനുഭവപ്പെടുന്നു. നമുക്ക് പച്ചക്കറികൾ കൊണ്ട് സമൃദ്ധവും സമ്പന്നമായിരിക്കുന്ന വിപണിയെല്ലാം തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഇവിടെയൊക്കെ വരികയാണെങ്കിൽ ഉപ്പേരിയും എല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട്. ചേട്ടാ, എങ്ങനെയുണ്ട്? കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? ഒന്ന് എറിഞ്ഞിട്ടോ? മഴ ബാധിച്ചേക്കാണ്. അതുകൊണ്ട് ഒരല്പം മന്ദഗതിയിലാണ്. പൊതുവെ ആൾക്കാരും കുറവാണ്. ഈ മഴ ശരിക്കും ബാധിക്കും. രാവിലത്തെ മഴയുടെ അന്തരീക്ഷം കൊണ്ടാണല്ലോ, അത് മാറിക്കോളൂല്ലേ? മാറിക്കോളെന്ന് വിശ്വസിക്കുന്നു. കാരണം ഓണത്തിന്റെ ഇത്തവണ നല്ല പ്രതീക്ഷ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷെ എത്രത്തോളം വരുമെന്ന് അറിയാൻ പറ്റില്ല. രാവിലെ ആയിട്ടേ ഉള്ളൂ. എന്തൊക്കെയുണ്ട് സാധനങ്ങൾ? ചിപ്സ്, പിന്നെ ശർക്കര വരട്ടി, ഉപ്പിരെല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട് സാധനങ്ങൾ. പായസം കുറച്ച് കഴിയുമ്പോൾ പായസം വരും. 2 സൈസ് പായസം വരും. അപ്പൊ എല്ലാം കൂടി സംഗതി ഉഷാറാണ്. പക്ഷെ ഈ മഴ ബാധിച്ചാന്ന് സംശയം. ഓക്കെ. ഇതില് സാധാരണ ഇവിടേക്ക് വരുമ്പോഴേക്ക് വരാപ്പുഴ ഈ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ എല്ലാവരും പൊതുവെ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാടൻ സാധനങ്ങളാണെന്നാണല്ലോ പറയുന്നത്. അപ്പൊ നമ്മൾ ഉപ്പേരിക്ക് എല്ലാത്തിനും അത് തന്നെയാണോ? വെളിച്ചെണ്ണയിൽ വറുത്താണ്
വെളിച്ചെണ്ണ കൊണ്ട് മുതലാവോ? പക്ഷേ അതിന് വില കൂടുതലാണ്. വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയത് നമ്മളുടെ ഒരു ബിസിനസിനെ മൊത്തത്തിലും ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോ എത്രത്തോളം സാധനങ്ങള് ഇപ്പം എൻ്റെ ഒരു 1.5 ലക്ഷം രൂപയുടെ എടുത്തിട്ടുണ്ട്. പുറത്തു വിട്ടിട്ടുണ്ട്. പുറത്ത് ഇന്നലെ ഞങ്ങൾക്ക് ബിസിനസ് നടത്താൻ പറ്റില്ല. ഞങ്ങളുടെ ഒരു മെയിൻ ആള് മരിച്ചുപോയി. അത് കാരണം അതന്നെ അങ്ങനെ ഓണമല്ലേ വലിയ രീതിയിലുള്ള ഒരു തിരക്ക് കാര്യങ്ങളെല്ലാം തന്നെ ആ വിപണിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു പ്രതീക്ഷ എല്ലാവരിലേക്കും തന്നെ പോകുന്നു. പലവ്യഞ്ജനങ്ങൾ അതോടൊപ്പം തന്നെ പച്ചക്കറികൾക്ക് വലിയ രീതിയിൽ വില കൂടിയിട്ടില്ല എന്ന് വ്യാപാരികൾ പറയുന്നു. ഏതാണ്ട് അതിനോട് അടുത്ത് തന്നെ നിന്നുകൊണ്ടാണ് വാങ്ങാനെത്തുന്നവർ പറയുന്ന വില ഉണ്ട്, എന്നാലും നമ്മൾക്ക് താങ്ങാൻ കഴിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുള്ളൂ എന്ന് തന്നെയാണ് പറയുന്നത്. എല്ലാം നല്ല രീതിയിൽ നല്ല സാധനങ്ങളും കാര്യങ്ങളും എല്ലാമായിട്ട് ഉഷാറായിട്ട് ഓണം പോകുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. കഴിഞ്ഞോ? വാങ്ങിച്ചു കഴിഞ്ഞോ? മേടിക്കുന്നുണ്ട് സാറേ. ഉത്രാടത്തിന്റെ ഒരു ഒരുക്കങ്ങളാണ് നാളത്തേക്കുള്ളത് അല്ലേ? എങ്ങനെയുണ്ട് വിപണിയിൽ വരുമ്പോഴേക്കും വില നമുക്ക് താങ്ങാവുന്ന രീതിയിൽ തന്നെയാണോ? കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ല. കേട്ടോ, എങ്ങനെയുണ്ട് ഓണത്തിന്റെ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ? കുഴപ്പമില്ല, അത്യാവശ്യം അങ്ങനെ പോകണം. കുഴപ്പമില്ല, നമുക്ക് വാങ്ങാവുന്ന രീതിയിലേക്കേ വന്നിട്ടുള്ളൂ. കുഴപ്പമില്ല. വലിയ സാധനങ്ങൾ അല്ലേ? ഏതായാലും ഓണം ഇത്തവണ നമുക്ക് ഉൾക്കൊള്ളാവുന്ന രീതിയിലെ വില വന്നിട്ടുള്ളൂ എന്നാണ് ഒരു വിഭാഗം ആളുകളും എല്ലാം തന്നെ പറയുന്നത്. ഏതായാലും വിപണിയിൽ ആ തിരക്ക് അനുഭവപ്പെട്ടു വരുന്നു. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ മഴയുടെ ഒരു അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ട്. അതായത് തുടക്കത്തിൽ രാവിലെ നല്ല മഴ പെയ്തു. അതിൻ്റെ ഒരു ആളുകൾ വരാനുള്ള ഒരു പതുക്കെയുള്ള ഒരു അവസ്ഥയിലേക്കാണ് ഉള്ളത്. ഏതായാലും കുറച്ചു കഴിഞ്ഞ് മാനം തെളിയുന്നു. വലിയ രീതിയിലേക്ക് കടകളിലേക്കെല്ലാം എത്തുമെന്ന പ്രതീക്ഷയാണ് കച്ചവടക്കാർക്കുള്ളത്. ഓണം പ്രതീക്ഷകളുടെ തന്നെയാണ്, ആ പ്രതീക്ഷകൾ തന്നെയാണ് വിപണിയിലുമുള്ളത്. തീർച്ചയായും ഡാനി പോളാണ് കൊച്ചിയിൽ നിന്ന് നമുക്കൊപ്പം ചേർത്തത്. അങ്ങനെ ഉഷാറായി പോകുന്നു കൊച്ചിയിലെ ഉത്രാടപ്പാച്ചിൽ. ചെറിയൊരു മഴയുടെ ഒരു അലോസരം ഉണ്ടെന്നത് ഒഴിച്ചാൽ ബാക്കിയെല്ലാം ഉഷാറായിട്ടുണ്ട്. രാവിലെ ആയതേ ഉള്ളത് കൊണ്ട് വലിയ തിരക്ക് അനുഭവപ്പെടുന്നില്ല, എന്നാലും ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. തിരുവനന്തപുരത്തെ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോകാം. സാരംഗ് സുധാകരൻ നമുക്കൊപ്പം ചേരുകയാണ്. സാരംഗ്, ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട് തിരുവനന്തപുരത്ത്? തിരക്കായി തുടങ്ങിയോ മാർക്കറ്റുകളിലൊക്കെ? തിരുവനന്തപുരത്തെ തിരക്ക് ഇപ്പോൾ ഇവിടെ പച്ചക്കറികളും മറ്റും എത്തിക്കുന്ന ഒരു തിരക്ക് മാത്രമാണ്. ജനങ്ങളുടെ തിരക്ക് ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നിലവിൽ ഈ ചാല മാർക്കറ്റ് സജീവമാണ്. രാവിലെ തൊട്ട് തന്നെ എല്ലാ കടക്കാരും സാധനങ്ങളുമായിട്ട് റെഡിയായി നിൽക്കുകയാണ്. ഒരു ഉത്രാടപ്പാച്ചിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും തിരക്കായി തുടങ്ങിയിട്ടുണ്ടെന്നാലും പക്ഷേ ആ ഉത്രാടപ്പാച്ചിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. നിലവിൽ അത്തരത്തിലുള്ള ഒരു തിരക്കിലേക്കൊന്നും എത്തിയിട്ടില്ല. ഇങ്ങനെ ആൾക്കാർ സാധനം വാങ്ങി തുടങ്ങുന്നു. അതായത് ഇന്ന് രാവിലെ ഉള്ള മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നേ ഉള്ളൂ ആൾക്കാർ. നിലവിൽ